ആരാ? മാളു? എന്തിനാ മാളു വിളിക്കുന്നേ? മാളുവിന്റെ അടുക്ക പോകാനാന്നോ രാജമ്മ? എന്തോ മാളുവിന്റെ അടുക്ക രാജമ്മ പോന്നോ? എന്തിനാ മാളുവിന്റെ അടുക്ക രാജമ്മ പോന്നേ? എപ്പം? എന്തോ എല്ലാരും എന്നെ ഡിപ്പെൻഡന്റ് എന്നൊക്കെ ആക്കി വെച്ചേക്കുന്ന പോലെ എന്റെ കൊച്ചിനെ ഡിപ്പെൻഡന്റും ഒക്കെ ആക്കി പൈസ തട്ടാനുള്ള വിചാരമൊക്കെ ഉണ്ടോ? എന്റെ വസ്തുവിന്റെ കരവിനി എന്നാ അടയ്ക്കുന്നേ? എന്റെ വസ്തുവിന്റെ കരവൊക്കെ അടയ്ക്കണ്ടേ എന്നാ ഇനി? ആ അന്നേരം കരമടച്ച് എനിക്ക് കരക്കുറിയെല്ലാം കിട്ടണം, എന്റെ കരക്കുറിയെല്ലാം. അതുപോലെ എന്തോ അതുപോലെ വീട് ഇപ്പോഴും നിങ്ങളുടെ പേരിലല്ലയോ വീടിന്റെ ഇത് കിടക്കുന്നത്? വീട് നിങ്ങളുടെ പേരിലാണോ ഇപ്പോഴും കിടക്കുന്നത്? വീട് എന്തോ വീടിന്റെ ഉടമസ്ഥ നിങ്ങളാന്ന് പറഞ്ഞോണ്ടല്ലയോ കിടക്കുന്നത്? അതെന്നാ ഇനി എന്റെ പേരിലോട്ടാക്കുന്നത് എങ്ങനാ? വീടും വസ്തുവും എന്റെ പേരിലാ, പക്ഷെ വീട് നിങ്ങളുടെ പേരിലായിട്ടല്ലയോ കിടക്കുന്നത്? അതിനി എന്നാ എന്റെ പേരിലാക്കുന്നേന്ന്? നിങ്ങളുടെ പേരെന്ന് വെച്ച് കഴിഞ്ഞാ അങ്ങനല്ല, ഈ പഞ്ചായത്തിൽ അങ്ങനല്ല, എന്റെ പേരിലാ വീടും വസ്തുവും എല്ലാം. പക്ഷെ നിങ്ങൾ അതിന്റെ എന്തോ കൺസ്യൂമർ, ഈ ഇലക്ട്രിസിറ്റിയുടെ കൺസ്യൂമർ എല്ലാം നിങ്ങളുടെ പേരിൽ തന്നെ ഇപ്പോഴും കിടക്കുന്നത്. മനസ്സിലായില്ലയോ? ആ അതൊക്കെ എന്റെ പേരിലാക്കിയായിരുന്നു. എന്തിനാ ഇനി നിങ്ങളുടെ പേരിലാക്കി ഇടുന്നത്? മാളൂനെ എന്റെ പേരിലല്ല, വല്ലോന്റെ പേരിലാണോ എന്റെ വസ്തു? എന്തൊക്കെ വരുന്നുണ്ട്? ആ കരം കൊടുക്കാൻ വലിയ കരമൊന്നും കൊടുക്കേണ്ട വീടല്ലല്ലോ അത്. വലിയ വീടൊന്നും അല്ലല്ലോ അത്. കരം കൊടുക്കാൻ ഇപ്പോഴത്തെ പോലെ ടൈലും ടൂയിലും ഒന്നും അല്ലല്ലോ ഇത്ര വലിയ കരം കൊടുക്കാൻ. ആ എന്നാ ശരി. അതെനിക്കറിയാം. എന്റെ പേരിൽ കിടക്കുന്ന വസ്തുവും വകയും പിന്നെ എന്റെതല്ലയോ? എന്തോ കരം കൊടുക്കുന്ന 300-500 രൂപ കൂടുതലില്ല. എന്റെ കയ്യിലുണ്ട് കരക്കുറിയെല്ലാം. എന്റെ ഈ കരക്കുറി ഇരിപ്പുണ്ട്. ആ 500 രൂപ കൂടുതലില്ല. ആ 500 രൂപ കൂടുതലില്ല. 500 അല്ലെ 1000 രൂപ കൂടുതലില്ല. എന്റെ കരക്കുറി ഉണ്ട്. ആ അതിൽ കൂടുതലൊന്നും ഇല്ല വലിയ. ആ എന്നാ ശരി. ആ എന്നാ ശരി, വെക്കുവാ. റാഫി കരീം വിവരങ്ങളുമായി. റാഫി ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ രക്ഷപ്പെടുത്താനൊക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്നു.